മാത്തമാറ്റിക്സ് ഫോർ മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ഡാറ്റാ സയൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ തന്നെ പലതരത്തിലുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ, ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനത്തെ പല രീതിയിലുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസും അതിൻ്റെ പ്രോപ്പർട്ടീസും അതിൻ്റെ യൂസ് കേസസും അതിൻ്റെ ആപ്ലിക്കേഷൻസിനും വരുന്നുണ്ട്. സോ അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമുക്കറിയാവുന്ന അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്. അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വൺ വേരിയബിൾ വരുന്ന ഇക്വേഷൻ ഒരു കോംപ്ലിക്കേറ്റഡ് ഇക്വേഷനായിട്ട് ആദ്യം കാണുമ്പോൾ തോന്നാമെങ്കിലും അതിൻ്റെ ഓരോ വേരിയബിൾസും എന്തുകൊണ്ട് ആ രീതിയിൽ വരുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിഷ്വൽ ഇൻറ്റ്യൂഷൻ മനസ്സിലാക്കിയാൽ കാര്യം വളരെ സിമ്പിളായിട്ട് നമുക്ക് പല കാര്യങ്ങളും പല ഇൻസൈറ്റ്സും നമുക്കതിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ ആ ഒരു വിഷ്വൽ എക്സ്പ്ലനേഷൻ ഫോർ ഗോസിയൻ ഡിസ്ട്രിബ്യൂഷനാണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ആ ഒരു വീഡിയോയിലോട്ട് പോകാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ബെൽ ഷേപ്പ് കർവിൽ വരുന്ന പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാരാമീറ്റർ, അത് ചിലപ്പം നിങ്ങൾ മെഷർ ചെയ്യുന്ന ഒരു വാല്യൂ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഡേറ്റയിലെ ഒരു കോളം ആവാം. അതിൻ്റെ പോസിബിൾ വാല്യൂസും അതിൻ്റെ പ്രോബബിലിറ്റി വൈ ആക്സിസിലും പോസിബിൾ വാല്യൂസ് എക്സ് ആക്സിസിലും എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെൽ ഷേപ്ഡ് കർവ് വരുന്നതാണ് നോർമൽ ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പേരിൽ പറയുന്നത്. ഗോസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ പേരിലാണ് വരുന്നത് ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഈ ഷേപ്പിൽ വന്നു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഇനി ഇതിൽ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പ്രെഡ് കൂടിയ ഡിസ്ട്രിബ്യൂഷനുണ്ട്, അതുപോലെ തന്നെ സ്പ്രെഡ് കുറഞ്ഞതുണ്ട്. ഇപ്പോൾ സ്പ്രെഡ് കൂടിയ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്നത് ഈ ഒരു രീതിയിൽ വരുന്ന ഡിസ്ട്രിബ്യൂഷനാണ്. ഇതും ബെൽ ഷേപ്പ് തന്നെയാണ്, പക്ഷേ ആദ്യത്തേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതൽ സ്പ്രെഡ് കൂടുതലാണ്, അതായത് അതിൻ്റെ വേരിയൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടുതലാണ്. ഇനി സ്പ്രെഡ് കുറഞ്ഞത് പറയുവാണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ അത് പറഞ്ഞ പോലെ ആദ്യത്തേതിൽ നിന്നും നോക്കുമ്പോൾ അതിൻ്റെ വേരിയൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറവാണ് എന്ന് നമുക്ക് പറയാം. ഇനി ഇതിൽ തന്നെ ഇതിൻ്റെ മീൻ സെൻറ്റേഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്. മീൻ പോസിറ്റീവ് നമ്പറോ നെഗറ്റീവ് നമ്പറോ വരാവുന്നതുമുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾസിലെല്ലാം ഇത് നോക്കിയാൽ അറിയാം, ഇതിൻ്റെ എല്ലാം സെൻറ്റർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് നമ്പറാണ്. സോ ഇത് മീൻ സെൻറ്റേഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ അല്ല. നേരെ മറിച്ച് മീൻ സെൻറ്റേഡ് ആയിട്ടുള്ള ഒരു ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ വാല്യൂ മീൻ വാല്യൂ 0 ആയിരിക്കും. ഇപ്പോൾ നെഗറ്റീവ് സൈഡിലോട്ടും പോസിറ്റീവ് സൈഡിലോട്ടും നമ്പേഴ്സ് വരുന്ന രീതിയിലായിരിക്കും അതിൻ്റെ ഒരു ഫോർമേഷൻ വരുന്നത്. അപ്പോൾ ഇതാണ് ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ. ഇതിൻ്റെ മീൻ വാല്യൂ, അതായത് മ്യൂ എക്സ് എന്ന് നമുക്ക് പറയാം, മീൻ വാല്യൂവും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മാറുന്നതനുസരിച്ച് ഇതിൻ്റെ പൊസിഷൻ മാറാം, അതുപോലെ തന്നെ സ്പ്രെഡ് മാറാം. അതായത് മീൻ വാല്യൂ പോസിറ്റീവ് ആകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രാഫ് കുറച്ചുകൂടെ റൈറ്റ് സൈഡിലോട്ടായിരിക്കും വരുന്ന ഗ്രാഫ് ഈ പറയുന്ന ഇതിൻ്റെ എക്സ് ആക്സിസിൻ്റെ. നേരെ മറിച്ച് മീൻ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ടും, മീൻ വാല്യൂ 0 ആണെങ്കിൽ എക്സാക്ട്ലി സെൻറ്ററിൽ വരുന്ന രീതിയിലുമായിരിക്കും വരുന്നത്. അതുപോലെ സിഗ്മ വാല്യൂ വരുന്നത് അനുസരിച്ച് സിഗ്മ >1 ആണെങ്കിൽ അതൊരു സ്പ്രെഡ് കൂടിയ രീതിയിലും, കൂടുന്നതനുസരിച്ച് സ്പ്രെഡ് കൂടുകയും സിഗ്മ കുറയുന്നതനുസരിച്ച് സ്പ്രെഡ് കുറഞ്ഞ് കൂടുതൽ നാരോ ആയിട്ട് അല്ലെങ്കിൽ പീക്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. സോ ഏത് രീതിയിൽ വന്നാലും അതിൻ്റെ ആ ഒരു ഷേപ്പ് ബെൽ ഷേപ്ഡ് ആണെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതിൻ്റെ സ്പ്രെഡും അതിൻ്റെ പൊസിഷനും മാത്രമേ മാറുന്നുള്ളൂ. സോ നമുക്ക് പറയാമല്ലേ, ഒരു സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല റേഡിയസിലുള്ള സർക്കിളുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ യൂണിറ്റ് റേഡിയസ് വരുന്ന റേഡിയസ് വരുന്ന സർക്കിളിനെ നമ്മൾ യൂണിറ്റ് സർക്കിൾ എന്ന് പറയാറുണ്ട്. പക്ഷേ ഏത് ഷേപ്പിൽ അല്ലെങ്കിൽ എത്ര വലുപ്പത്തിൽ വരച്ചാലും എത്ര ചെറുതായിട്ട് വരച്ചാലും അത് സർക്കിൾ ഷേപ്പ് തന്നെയാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ്റെ ഷേപ്പും വരുന്നത്. സോ ഇനി ഇതിൽ തന്നെ നമുക്ക് പർട്ടിക്കുലർലി മീൻ 0യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 വരുന്നതുമായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ പർട്ടിക്കുലർലി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു പേരിട്ട് വിളിക്കാറുണ്ട്. സോ അത് വേറൊന്നുമല്ല, ഒരു ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ തന്നെ, പക്ഷേ അതിൻ്റെ മീൻ വാല്യൂ 0യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ആയിട്ട് വരുന്ന ഡിസ്ട്രിബ്യൂഷനാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. സോ അത് സ്പെഷ്യൽ കേസാണ്, ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു സ്പെഷ്യൽ കേസായിട്ട് നമുക്ക് പറയാം. ഇനി അതിൻ്റെ വിഷ്വൽ റെപ്രസെൻറ്റേഷനിലോട്ട് നമുക്ക് എങ്ങനെ പോകാൻ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഇപ്പോൾ ഒരു കോയിൻ നമ്മൾ ടോസ് ചെയ്യുമ്പോൾ നമ്മളൊരു 10 തവണ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെഡ് എത്ര കിട്ടും, ടെയിൽ എത്ര കിട്ടുമെന്ന് നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സംവാട്ട് ഇതുപോലൊരു ഡേറ്റ ആയിരിക്കും കിട്ടുന്നത്. 10 തവണ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട്ലി 5 കിട്ടണം നിർബന്ധമൊന്നുമില്ല.
അപ്പോൾ 8-2 ഒക്കെ കിട്ടാം, പക്ഷേ ഇറ്റ്സ് എ റെയർ, വളരെ റെയറായിട്ടാണ് അങ്ങനെ സംഭവിക്കുക. മോസ്റ്റ്ലി നമുക്ക് 5-5 ആയിരിക്കും കിട്ടുക, അല്ലെങ്കിൽ 5-6 ഒക്കെ ആയിരിക്കും കിട്ടുക. എക്സ്ട്രീം ഇതിലോട്ട് പോകുമ്പോൾ, അതായത് 8-2, 1-9 അതൊക്കെ വരാനുള്ള സാധ്യത കുറഞ്ഞ് വരും. ഇനി ഇതിൽ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളതിൻ്റെ നമ്പർ ഓഫ് ട്രയൽസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മോസ്റ്റ്ലി ഒരു 50-50 അല്ലെങ്കിൽ 49-59% അങ്ങനെ ഒരു റേഞ്ചിലായിരിക്കും കിട്ടുന്നത്. കാരണം നമ്മൾ കൂടുതൽ നമ്പർ ഓഫ് ട്രയൽസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ 5-5 എന്നുള്ള രീതിയിൽ കിട്ടാനായിരിക്കും കൂടുതൽ ചാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മളൊരു ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പറയാം. രണ്ട് ഔട്ട്കം നമുക്കതിലുണ്ട്. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് ഉണ്ട്, അതുപോലെ ടെയിൽ ഉണ്ട്. ക്ലാസ് 1 ആൻഡ് ക്ലാസ് 2 എടുത്തു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനായിട്ട് പറയുന്നത് ഈ ഒരു 0.5% ഓഫ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ക്ലാസ് 1 ആൻഡ് 0.5% പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ക്ലാസ് 2. അപ്പോൾ ഇവിടെ ആ എക്സ് വാല്യൂവിനെ എടുക്കാൻ പറ്റുന്ന വാല്യൂസും അതിൻ്റെ പ്രോബിലിറ്റിയും ഇവിടെ ഒരു ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനായിട്ട് കാണിച്ചിരിക്കുന്നതാണ്. സോ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ അല്ലെങ്കിൽ ടോസിങ് എ കോയിൻ എന്ന് പറയുമ്പോൾ ഇതിൽ ഹെഡും ടെയിലും എന്ന് പറയുന്ന രണ്ട് ഔട്ട്കമേ ഉള്ളൂ. അതൊരു ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനാണ്. നേരെ മറിച്ച് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ആ പാരാമീറ്ററിന് അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റിക്ക് ഒരു വാല്യൂ മാത്രമല്ല, ഒരു കണ്ടിന്യൂസ് റേഞ്ച് ഓഫ് വാല്യൂസ് എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ടെമ്പറേച്ചർ എടുത്തു കഴിഞ്ഞാൽ അത് നമുക്കറിയാം, ഒരു ഗിവൺ ഡേയിൽ ഒരു 20 ഡിഗ്രി അല്ലെങ്കിൽ മോർണിംഗ് ആണെങ്കിൽ വളരെ ഒരു ചെറിയ ടെമ്പറേച്ചർ തൊട്ട് ഒരു 40 അല്ലെങ്കിൽ 35 ഒക്കെ വരെ ഉള്ള റേഞ്ചിൽ എവിടെ വേണമെങ്കിലും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വാല്യൂ ആണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ അതിൻ്റെ അങ്ങനെയുള്ള കേസുകൾക്ക് നമുക്ക് ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ല, കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും വരിക. അപ്പോൾ നമ്മളതിൻ്റെ ഡേറ്റ എടുത്ത് അതിൻ്റെ ഹിസ്റ്റോഗ്രാം അല്ലെങ്കിൽ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞ് പ്ലോട്ട് ചെയ്ത് നോക്കുമ്പോൾ മാത്രമാണ് അത് ഏത് ടൈപ്പ്, ഏതെങ്കിലും ഗോസിയൻ ആണോ നോർമൽ ആണോ എന്നുള്ളതൊക്കെ നമുക്ക്, അല്ലെങ്കിൽ യൂണിഫോം ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുക. സോ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനും കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. നമ്മൾ ആദ്യം കാണിച്ച ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സാമ്പിളെല്ലാം കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സാമ്പിളാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ ടു ഗ്രാഫിലോട്ടുള്ള കണക്ഷൻ എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അതിന് മുമ്പേ ആയിട്ട് നമുക്ക് ആദ്യമായിട്ടൊരു സിമ്പിളായിട്ടൊരു ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്ത് വരച്ച് നോക്കാം. അതായത് y = f(x) എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണെന്ന് വിചാരിക്കുക. അത് y = f(x) = c എന്നുള്ളതാണ് ഫംഗ്ഷൻ. അതായത് x എത്ര ചേഞ്ച് ചെയ്താലും y c തന്നെയായിട്ട് നിൽക്കുന്ന ഒരു ഫംഗ്ഷനാണെന്ന് വിചാരിക്കുക. വിച്ച് മീൻസ് അതൊരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്. എക്സ് മാറുന്നതനുസരിച്ച് വൈയുടെ വാല്യൂ എല്ലാ പോയിൻറ്റിലും c എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കാം. ഇനി c പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ, അതായത് c വലിയൊരു നമ്പർ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന സിയുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് ഈ ലൈൻ കുറച്ചും കൂടെ ടോപ്പിലോട്ടായിരിക്കും ലൈൻ വരുന്നത്. നേരെ മറിച്ച് സി കുറഞ്ഞതനുസരിച്ച് ബോട്ടം സൈഡിലോട്ടും, c = 0 ആണെങ്കിൽ എക്സാക്ട്ലി ദിസ് ഹൊറിസോണ്ടൽ ആക്സിസിലുമായിരിക്കും വരുന്നത്. -1 വന്നു കഴിഞ്ഞാൽ താഴത്തെ സൈഡിലോട്ടും c മൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ c+5 കൊടുത്തു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഓൾറെഡി c ഉണ്ടായിരുന്ന പൊസിഷനിൽ നിന്നും കുറച്ചും കൂടെ ഒരു 5 യൂണിറ്റ് ഹയർ പൊസിഷനിലോട്ടായിരിക്കും അത് മൂവ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേറൊരു ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് y = mx, അതായത് എക്സിനെ നമ്മളൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും അതിൻ്റെ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ അതും എഗെയിൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, പക്ഷേ അത് ഒരു സ്ലോപ്പോട് കൂടിയുള്ള സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ m പോസിറ്റീവ് വാല്യൂ വരുന്നതനുസരിച്ച് ഇത് കൂടുതൽ സ്റ്റീപ്പറായിട്ടുള്ളൊരു കർവായിരിക്കും. സോ m 1 ആണെന്നുണ്ടെങ്കിൽ x 1 ആകുമ്പോൾ y-ഉം 1, x 2 ആകുമ്പോൾ y-ഉം 2 അങ്ങനെയായിരിക്കും. നേരെ മറിച്ച് m ഹയർ ആയിട്ടുള്ള നമ്പർ ആണെങ്കിൽ, ഒന്നിനേക്കാൾ മുകളിലുള്ള നമ്പർ ആണെങ്കിൽ ഇത് കൂടുതൽ സ്റ്റീപ്പായിട്ടുള്ള ഒരു കർവായിട്ട് മാറുന്നതായിരിക്കും. അതുപോലെ നെഗറ്റീവ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ നെഗറ്റീവ് സൈഡിലോട്ട്, അതായത് ഡൗൺവേർഡ് സ്റ്റെയർ സൈഡിലോട്ട് കൂടുതൽ സ്റ്റീപ്പായിട്ടുള്ള കർവായിട്ട് വരും. സോ ഇതെല്ലാം ഇക്വേഷനും അതിൻ്റെ വിഷ്വൽ റെപ്രസെൻറ്റേഷനും നമ്മൾ 1 by 1 ആയിട്ട് ഓരോ യൂണിറ്റുകൾ പറയുന്നതാണ്. സോ ബേസിക്കലി നമുക്ക് ട്രാൻസ്ഫോർമേഷൻസ്, അതായത് ഇക്വേഷൻസിൽ വരുന്ന ട്രാൻസ്ഫോർമേഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി ഈ 4 കാറ്റഗറിയിൽ പെടുന്നതായിട്ട് പറയാം. അതായത് ഷിഫ്റ്റിംഗ് വെർട്ടിക്കലി, അതായത് വെർട്ടിക്കലി നമ്മൾ നേരത്തെ ഹൊറിസോണ്ടൽ ലൈൻ അപ്പ് പോകുന്നതോ അല്ലെങ്കിൽ ഡൗൺ പോകുന്നതോ നമുക്കറിയാം. ദെൻ സ്ട്രെച്ചിങ് അല്ലെങ്കിൽ സ്കെയിലിംഗ്, അതായത് സ്ട്രെച്ചിങ് ഓർ ഷ്രിങ്കിങ്. കോമൺ ആയിട്ട് പറഞ്ഞാൽ സ്കെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൊറിസോണ്ടലി നമുക്കതിനെ ഷ്രിങ്ക് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്യാം. സോ അത് നമ്മൾ ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ കണ്ടതാണ്. അതിൻ്റെ നോർമൽ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്നതനുസരിച്ച് അത് കൂടുതൽ സ്ട്രെച്ച് ആവുകയും അതുപോലെ തന്നെ ഷ്രിങ്ക് ആവുകയും ചെയ്യുന്നത്. ഇനി ഷിഫ്റ്റിംഗ് ഹൊറിസോണ്ടലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ലെഫ്റ്റ് ഓർ റൈറ്റ് മൂവ് ചെയ്യുന്നതാണ്. അഗെയിൻ ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. ആ ഡിസ്ട്രിബ്യൂഷൻ 0 മിനായിട്ട് വരുമ്പോൾ സെൻറ്റർ 0 ലൈക്ക് y ആക്സിസിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വരുന്ന പോലെ, അല്ലാന്നുണ്ടെങ്കിൽ പോസിറ്റീവ് വാല്യൂ വരുന്നതനുസരിച്ച് റൈറ്റ് സൈഡിലോട്ടും നെഗറ്റീവ് വാല്യൂ വരുന്നതനുസരിച്ച് ലെഫ്റ്റ് സൈഡിലോട്ടും പോകുന്നത് നമ്മൾ പറഞ്ഞതാണ്.
സോ ഈ ഓപ്പറേഷൻസ് ഇതെല്ലാത്തിനെയും കോമ്പിനേഷൻ കൊണ്ടുവന്നിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മൾട്ടിപ്പിൾ ഫങ്ഷൻസ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻസും ഇതുപോലെ തന്നെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആയിരിക്കും നമ്മുടെ ടോട്ടൽ വേരിയബിളിന് വരുന്നത് നമ്മളത് ഗ്രാഫായിട്ട് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ. സോ സിംപിളി y=f(x) പറഞ്ഞാൽ ഈ രീതിയിലായിരിക്കും. x-1 പറഞ്ഞാലോ, അതായത് -1, അതായത് ഇത് ചെയ്തിൽ ഹൊറിസോണ്ടലി ഷിഫ്റ്റ് ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആണ്. ഒറിജിനിലൂടെ പോകുന്ന ഈ ലൈൻ x-1 എന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ y=x എന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ സെൻട്രലിൽ കൂടെ പോകുന്ന ലൈനാണ് വിത്ത് സ്ലോപ്പ് 1. x-1 പറഞ്ഞപ്പോൾ റൈറ്റ് സൈഡിലോട്ട് 1 യൂണിറ്റ് അത് ഷിഫ്റ്റായി. അതുപോലെ y=x² നമുക്കറിയാം പരാബോളിക് ഷേപ്പിൽ വരുന്ന ഒരു ഗ്രാഫാണെന്നറിയാം. സോ അതായത് എക്സ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും y എന്ന് പറയുന്നത് സ്റ്റിൽ പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളത്. അതുപോലെ അത് ഒരു ലീനിയർ ആയിട്ടുള്ള ഫംഗ്ഷൻ അല്ല, നോൺ ലീനിയർ ആയിട്ടുള്ള ഫംഗ്ഷനാണ്. അതായത് എക്സ് ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് അതിനേക്കാൾ കൂടുതലാണ് y ഇതിൽ ഇൻക്രീസ് ആവുക. 2 times ആണ് y ആക്ച്വലി ഇൻക്രീസ് ആവുന്നത്. അപ്പോൾ ഈ ഗ്രാഫിൽ, അതായത് y=x² എന്നൊക്കെ പറയുന്ന ഗ്രാഫിൽ നമ്മൾ ഈ പറയുന്ന ഷിഫ്റ്റിംഗ് ഹൊറിസോണ്ടൽ എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതുപോലെ x-1 കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പരാബോള റൈറ്റ് സൈഡിലോട്ട് ഷിഫ്റ്റ് ആവുന്ന എഫക്റ്റ് ആയിരിക്കും ഇവിടെ സംഭവിക്കുന്നത്. ഇനി +1 ആണെങ്കിലോ ലെഫ്റ്റ് സൈഡിലോട്ട് 1 യൂണിറ്റ് ഷിഫ്റ്റ് ആവുന്ന ഓപ്പറേഷൻ ആയിരിക്കും നടക്കുക. അപ്പോൾ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് y=x എന്ന് പറയുന്ന ഗ്രാഫ് ഞാനിവിടെ പിങ്ക് കളറിൽ വരച്ചിട്ടുണ്ട്. അതിൻ്റെ 0 തൊട്ട് ഒരു +4 വരെയുള്ള റേഞ്ച് മാത്രമേ വരച്ചിട്ടുള്ളൂ. സോ സെൻറ്റർ പോയിൻറ്റ് 0യിൽ അത് ഔട്ട്പുട്ടും 0 വരുന്ന രീതിയിലാണ് അതിൻ്റെ ഇത് വരുന്നത്. സോ ഈ പോയിൻറ്റ് 1 വരുമ്പോൾ അഗൈൻ x1 ആകുമ്പോൾ y-ഉം 1, x2 ആകുമ്പോൾ y-ഉം 2, അങ്ങനെ പോകുന്നതാണ്. ഇനി അതിൻ്റെ കൂടെ x-μ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് റൈറ്റ് സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആണ്. ഇനി അതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അതൊരു പരാബോള, അതായത് ഈ പറയുന്ന ഈ പറയുന്ന ബ്ലൂ ഡോട്ട് ഡാഷ്ഡ് ലൈൻ കാണിക്കുന്ന പോലത്തുള്ള ഒരു പരാബോളയായിട്ടായിരിക്കും വരുന്നത്. അതിൻ്റെ കൂടെ നമ്മളൊരു ചെറിയ സ്കെയിലിംഗ് കൂടെ, അതായത് ഒരു പോസിറ്റീവ് നമ്പർ വെച്ച് അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു ഫ്രാക്ഷൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വരുന്ന മൾട്ടിപ്ലിക്കേഷൻ പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ നമ്പർ ആണോ, 1നേക്കാൾ വലിയ നമ്പർ ആണോ ചെറിയ നമ്പർ ആണോ എന്നനുസരിച്ച് അത് എക്സ്പാൻഷനും ഷ്രിങ്കിങ്ങും എന്നുള്ള ഓപ്പറേഷൻ വരും. ഇവിടെ ഇപ്പോൾ അതൊരു എക്സ്പാൻഷൻ ഓപ്പറേഷൻ ആണ് നടന്നിട്ടുള്ളത്. അതായത് ഒറിജിനൽ ഡാഷ്ഡ് ബ്ലൂ കർവ് ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്ത് വരികയാണ് ചെയ്തത്. സോ ഈ ഒരു പാർട്ട്, ഈ ലാസ്റ്റ് പറയുന്ന പാർട്ട്, ഇതിൽ മ്യൂവും സിഗ്മയും കോൺസ്റ്റൻറ്റ് വാല്യൂസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന വാല്യൂസ് ആണ്. അത് വരുന്നതനുസരിച്ച് ഈ ഗ്രാഫ് സ്ട്രക്ചർ വരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഇക്വേഷൻ്റെ ഈ ഒരു പാർട്ട്, ഈ ഒരു x-μ² / 2σ² എന്ന് പറയുന്ന പാർട്ടും നിങ്ങൾ ഏതെങ്കിലും ഒരു നമ്മുടെ ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷനിലും കണ്ടിട്ടുണ്ടാവും. ഇനി നമുക്കറിയേണ്ട മറ്റൊരു ഫംഗ്ഷൻ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനാണ്. അതിൻ്റെ ഗ്രാഫും നമുക്കറിയാം. അത് ഒന്നുകിൽ എക്സ്പൊണൻഷ്യലി ഡീക്കേയിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എക്സ്പൊണൻഷ്യലി ഗ്രോയിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ എക്സ്പൊണൻഷ്യലി ഡീക്കേയിങ് e⁻⁻x എന്ന് പറയുന്ന ഗ്രാഫാണ് കാണിച്ചേക്കുന്നത്. ഇതിൻ്റെ ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഇത് എക്സ് കൂടുന്നതനുസരിച്ച് y കുറഞ്ഞ് വരികയാണ് ചെയ്യുക. സോ അതാണ് ഈ ഗ്രാഫിൽ വന്നിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത്. സോ ഇതിനെ എല്ലാത്തിനെയും കൂടെ പരസ്പരം കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഗോസിയൻ ഇക്വേഷൻ വരുന്നത്. f(x) എന്ന് പറയുന്നത് 1/σ√2π. അപ്പോൾ സിഗ്മ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന വാല്യൂ ആണ്. സോ ഇവിടെ ഡിനോമിനേറ്ററിൽ വരുന്നതും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. e⁻⁻x പകരമാണ്, അതിൽ എക്സിന് പകരമാണ് ഇവിടെ ഈ പറയുന്ന ഫുൾ 1/2 -1/2 x-μ/σ² വരുന്നത്. സോ ഇതെല്ലാം കൂടെ പരസ്പരം കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന എന്തുകൊണ്ട് ഗോസിയൻ ഡിസ്ട്രിബ്യൂഷന് ആ ഷേപ്പ് വരുന്നു എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ ബേസിക്കലി ഇവിടെ നോക്കിയാൽ അറിയാം, നമുക്ക് ആദ്യം അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്നത് ഈ e⁻⁻ എന്ന് പറയുന്ന ഈ ഒരു പാർട്ടാണ്. സോ അതൊരു ഡീക്കേയിങ് കർവാണ്. അതിൻ്റെ ഉള്ളിലോട്ട് പോകുന്നത് ഈ പറയുന്ന x-μ/σ² ആണ്. അതിൻ്റെ കൂടെ ഒരു 0.5 അല്ലെങ്കിൽ 1/2 -1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്, അല്ലെങ്കിൽ മൈനസ് ഈസ് ഫോർ ഡീക്കേയിങ്. ഓക്കെ, സോ ഇവിടെ ഒരു 0.5 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ കൂടെ വരുന്നുണ്ട്. അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. സോ ഇതിനെ എല്ലാത്തിനെയും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗ്രാഫിൽ കിട്ടും. നമ്മുടെ ഒറിജിനൽ y=x-μ² / 2σ² ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അതുതന്നെയാണ് ഇവിടെ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഈ ഒരു പാർട്ടിലും വരുന്നത്. സോ നമ്മുടെ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ മ്യൂവും സിഗ്മയും ഒക്കെ ഇൻപുട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, എക്സും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ y എത്ര വരും, അല്ലെങ്കിൽ y എങ്ങനെ വരും എന്ന് പറയുന്ന സൂചിപ്പിക്കുന്ന ഗ്രാഫ് ഈ ഒരു റെഡ് ഡാഷ്ഡ് ലൈൻ വരുന്ന ഗ്രാഫാണ്. സോ നമ്മൾ എക്സും മ്യൂവും സിഗ്മയും ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ y വരും എന്ന് പറയുന്നത് എങ്ങനെ വരും എന്നുള്ളത് ഈ ഗ്രാഫിലുണ്ട്. ഈ വരുന്ന ഔട്ട്പുട്ടാണ് നമ്മളിവിടെ ഈ ഒരു e⁻⁻x എന്ന് പറയുന്ന ഈ ഒരു ഇൻപുട്ടിലോട്ട് കൊടുക്കുന്നത്, അതിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. സോ അതിൻ്റെ ഔട്ട്പുട്ടായിരിക്കും നമ്മുടെ f(x) എന്ന് പറയുന്നത്. സോ ഇതിനെ തമ്മിൽ കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും.
അതായത് ഇവിടെ എക്സ് പോസിറ്റീവ് നമ്പർ, അതായത് എക്സ് ഒരു പോസിറ്റീവ് 3 ഒക്കെ വരുന്ന സമയത്ത് നമുക്കറിയാം വൈ വരുന്നത് ഈ ഒരു എക്സ് കൂടുന്നതനുസരിച്ച് വൈ ഇവിടെ ഈ പറയുന്ന റെഡിൻ്റെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് കൂടുന്നതായിട്ട് നമുക്ക് കാണാം. ആ വാല്യൂ ആണ് നമ്മുടെ e⁻⁻⁻⁻ പോകുന്നത്. അപ്പം ഇവിടെ നമ്മുടെ ഞാനിത് ടിൽറ്റ് ചെയ്ത് ഗ്രാഫ് കാണിച്ചിരിക്കുകയാണ്, അതായത് ഒരു 90 ഡിഗ്രി വെർട്ടിക്കൽ. കാരണം ഇവിടെ വരുന്ന ഔട്ട്പുട്ടാണ്, അതായത് റെഡ് എക്സ് കൊടുക്കുമ്പോൾ എക്സും മ്യൂവും സിഗ്മയും കൊടുക്കുമ്പോൾ കിട്ടുന്ന ഈ പറയുന്ന വൈയുടെ ഔട്ട്പുട്ടാണ് നമ്മൾ e⁻⁻⁻⁻ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. സോ ഇവിടെ നോക്കിയാൽ അറിയാം, ഞാൻ ഈ ഒരു പോയിൻറ്റും ഇതും തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഔട്ട്പുട്ടാണ്. ഓക്കെ, ഞാനിവിടെ y = x = 3 കൊടുക്കുന്നു. അതിന് ഇക്വലൻ്റ് വരുന്ന വാല്യൂ ഇതാണ്, ഈ ഒരു 0-ന് മുകളിൽ വരുന്ന ഒരു വാല്യൂ ആണ്. ആ വാല്യൂ ആണ് ഏതിൽ നമ്മുടെ e⁻⁻⁻⁻ ഇൻപുട്ടായിട്ട് പോകുന്നത്. സോ അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു 0.5 അല്ലെങ്കിൽ 1 ഒക്കെയാണ്. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ചെറിയ വാല്യൂ ആണ്. അതായത് എക്സ് കൂടുന്നതനുസരിച്ച് ഇത് ഔട്ട്പുട്ട് ചെറുതായിരിക്കും, ഇതിൻ്റെ ടോട്ടൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ f(x)ൻ്റെ ഔട്ട്പുട്ട് കൂടുതൽ വരുന്നത്. ഇനി എക്സ് ഈ നെഗറ്റീവ് അല്ലെങ്കിൽ ഈ പറയുന്ന നെഗറ്റീവ് സൈഡിലോട്ട് പോയാലും നമുക്ക് ഇതുപോലെ തന്നെ നോക്കിയാൽ അറിയാം, അതായത് 0 ഒക്കെ വരുന്ന സമയത്ത് ഇത് ഹൈ ആണ്, റെഡ് കർവ് ഹൈ ആണ്. റെഡ് കർവ് ഹൈ ആകുമ്പോൾ ഇവിടെ വരുന്ന ഇൻപുട്ടും ഹൈ ആണ്, ഇവിടെ വരുന്ന ഇൻപുട്ട് ഹൈ ആകുമ്പോൾ ഔട്ട്പുട്ട് 0 ആണ്. നേരെ മറിച്ച് x2 വരുന്ന സിനാരിയോ എടുത്ത് നോക്കാം. x2 വരുന്ന സിനാരിയോയിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന റെഡ് കർവിൻ്റെ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ പോയിൻ്റാണ്. അതിൻ്റെ ഇൻപുട്ടായിട്ട് നമ്മൾക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ കൊടുത്ത, അതായത് നമ്മൾ മുന്നേ കൊടുത്ത 2 എക്സ്ട്രീമിലും കൊടുത്ത വാല്യൂവിനേക്കാൾ ഒരു ഹൈ വാല്യൂ ആണ് നമുക്ക് ഈ പറയുന്ന e⁻⁻⁻⁻ റിസൾട്ടായിട്ട് കിട്ടുന്നത്. സോ ഇതിനെല്ലാം പരസ്പരം കണക്ട് ചെയ്താൽ ഈ 3 പോയിൻറ്റും നമ്മൾ, അതായത് x0 വരുമ്പോഴുള്ള ടോട്ടൽ f(x)ൻ്റെ ഔട്ട്പുട്ട്, x2 വരുമ്പോഴുള്ള f(x)ൻ്റെ ഔട്ട്പുട്ട്, x3 വരുമ്പോഴുള്ള f(x)ൻ്റെ ഔട്ട്പുട്ട്, ഇതിനെല്ലാം കണക്ട് ചെയ്ത് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള വാല്യൂസും കൂടെ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കണ്ടിന്യൂസ് ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ കർവ് കിട്ടും. സോ ഇതെല്ലാം കൂടെ പരസ്പരം കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷനും, ഈ ഇക്വേഷനിൽ എങ്ങനെ ഈ ഓരോ വേരിയബിൾസും എങ്ങനെ ആ ഷേപ്പ് നിശ്ചയിക്കാൻ, അതിൻ്റെ ഷേപ്പിനെ ഡിറ്റർമൈൻ ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ഇൻസൈറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ വരുന്ന ഈ പറയുന്ന സിഗ്മ കൂടുന്നതനുസരിച്ച് ഇത് കൂടുതൽ ഒരു വലിയ നമ്പറായി മാറും. വലിയ നമ്പറായി മാറുന്നതനുസരിച്ച് ഇത് ഫ്രാക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. ഫ്രാക്ഷൻ കുറയുന്നതനുസരിച്ച് ചെറിയ ഫ്രാക്ഷണൽ വാല്യൂ വരുന്നതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ സ്പ്രെഡ് കൂടിക്കൊണ്ടിരിക്കും, നമ്മുടെ ഗോസിയൻ കർവിൻ്റെ സ്പ്രെഡ് കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ മ്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ഇത് 0 സെൻറ്റേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സൈഡിലോട്ട് ഷിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. നേരെ മറിച്ച് മ്യൂ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് നെഗറ്റീവ് സൈഡിലോട്ട് വരുന്ന ഒരു ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. മ്യൂ 0 ആണെങ്കിൽ 0 സെൻറ്റേഡ് ആയിട്ട് എക്സാക്ട്ലി 0ക്ക് സെൻറ്റേഡ് ആയിട്ട് വരുന്ന ഒരു ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പരസ്പരം കണക്റ്റഡ് ആയിട്ട് ഈ ഒരു ഇക്വേഷനിൽ, ഈ ഒരു വിഷ്വൽ ഇൻസൈറ്റിൽ വരുന്നുണ്ട്. സോ ഇതിനെല്ലാം പരസ്പരം കണക്ട് ചെയ്ത് ഈ ഒരു സ്ലൈഡിൽ വരുന്ന പോസിബിൾ വാല്യൂസ് ഓഫ് എക്സും അതിൻ്റെ റെഡ് കർവിന് വരുന്ന വാല്യൂവും, ആ റെഡ് കർവിന് വരുന്ന വാല്യൂ ഈ പറയുന്ന e⁻⁻⁻�6ൻ്റെ ഇൻപുട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നതും കൂടെ വിഷ്വലൈസ് ചെയ്ത് നമ്മൾ ഇതുപോലെ ആ ലൈനുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ ഈ പറയുന്ന ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ കിട്ടുന്നതായിരിക്കും. അത് ഈ പറയുന്ന ഇക്വേഷൻ്റെ ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ്റെ ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫസ്റ്റ് ടൈം നമുക്ക് തോന്നാവുന്ന ഇക്വേഷൻ എന്തുകൊണ്ട് ഈ രൂപത്തിൽ വന്നു എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് ഒരു ഇൻസൈറ്റ് ജനറേറ്റ് ചെയ്ത് തരും. എന്തുകൊണ്ടാണ് ഇവിടെ മൈനസ് സൈൻ വരുന്നതെന്നും എന്തുകൊണ്ടാണ് ഈ മ്യൂവും സിഗ്മയും ഒക്കെ ഈ അതിൻ്റെ ഷിഫ്റ്റിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ സ്പ്രെഡിനെ അഫക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ഈ ഒരു ഇൻസൈറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, സോ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇൻസൈറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉള്ള നിങ്ങളുടെ കമൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയിക്കുക, കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.